നമസ്കാരം. സ്ത്രീകളിൽ കാണുന്ന സെർവിക്കൽ ക്യാൻസറും ഇതിനെതിരായ വാക്സിനേഷനും ഏറെ ചർച്ചയാകുന്ന ഒരു സമയമാണിത്. ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏർലി ഡിറ്റക്ഷൻ സാധ്യമാണോ? കുട്ടികളിലും മറ്റും ഇതിനായി വാക്സിനേഷൻ നൽകേണ്ടതുണ്ടോ? ഇതിനെല്ലാം മറുപടി നൽകാൻ തിരുവനന്തപുരത്തെ പ്രാണ ഫെർട്ടിലിറ്റി ആൻഡ് വെൽ വുമൺ സെന്റർ മാനേജിംഗ് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ അനുപമ ആർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തത്സമയം പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാം. ഡോക്ടറോട് വിളിക്കേണ്ട നമ്പർ 0471 354 2100. നമസ്കാരം ഡോക്ടർ. സെർവിക്കൽ ക്യാൻസർ നമുക്കറിയാം, കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പേർ സംശയങ്ങളും അതുപോലെ സംസാരത്തിലും ഇപ്പം കേന്ദ്ര ധനമന്ത്രി ബജറ്റിൽ വരെ അതിനുള്ള വാക്സിനേഷൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരുപാട് ചർച്ചയാവുന്ന ഒരു സമയമാണ് സെർവിക്കൽ ക്യാൻസർ എന്നുള്ളത്. എന്താണ് ആക്ച്വലി സെർവിക്കൽ ക്യാൻസർ? സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഗർഭാശയത്തിൻ്റെ ഏറ്റവും വെളിയിലുള്ള ഭാഗമാണ് സെർവിക്സ്, ഗർഭാശയ ഗളം എന്ന് പറയുന്നത്. ആ ഭാഗത്ത് വരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ വളരെ സാധാരണമായി കണ്ടുകൊണ്ടിരുന്ന ക്യാൻസർ ആയിരുന്നു സ്ത്രീകളിൽ. വളരെ ഒരു പരിധിവരെ മാരകവുമാണ്, പലപ്പോഴും സ്ത്രീകളുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു ക്യാൻസറുമാണ്. പക്ഷേ ഇന്ന് വളരെ കുറവായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. ഇപ്പോൾ വീണ്ടും ഈ HPV എന്ന് പറഞ്ഞൊരു വൈറസിൻ്റെ ഒരു അതിപ്രസരമൊക്കെ വന്നതുകൊണ്ട് വീണ്ടും ഈ സെർവൈക്കൽ ക്യാൻസർ കുറച്ചുകൂടെ കാണുന്നുണ്ട്, സ്ത്രീകളിൽ കാണുന്നുണ്ട്. അതാണ് ശരിക്കും ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസറിന് വളരെയധികം ഒരു പ്രാധാന്യം ആരോഗ്യ മേഖലയിൽ വന്നിരിക്കുന്നത്. ഈ വാക്സിൻ വന്നത് അതാണല്ലോ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന് നമുക്ക് കിട്ടിയ വാർത്ത. അപ്പോൾ ഈ വാക്സിൻ എത്രത്തോളം അതിൽ ഒരു ധൈര്യം പകരുന്നുണ്ട്? ഇതുവരെ ഇല്ലാത്തൊരു സംവിധാനത്തിലേക്ക് പോവുകയാണോ? ഇല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഡോക്ടേഴ്സിന് കിട്ടുന്നത് പോലെയാണോ ഇപ്പോൾ വാക്സിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഏത് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. പ്രിവെൻറ്റബിൾ ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ജീവിത രീതിയിലുള്ള മാറ്റങ്ങളല്ല, ആരോഗ്യ കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ ഏത് രീതിയിലെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. കാരണം ക്യാൻസർ ഒരു മാരകമായ രോഗമാണ് നമുക്കറിയാവുന്നതുകൊണ്ട്. ഇവിടെയും HPV എന്ന് പറഞ്ഞ ഒരു വൈറസ് കാരണം ഈ ഒരു സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകാം. എന്ന് വെച്ചാൽ HPV കൊണ്ട് മാത്രമല്ല സെർവൈക്കൽ ക്യാൻസർ വരുന്നത്. അതുപോലെ തന്നെ HPV എന്ന് പറഞ്ഞ ആ വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് അനേകം ടൈപ്പുകളുണ്ട്, 100-ലധികം ടൈപ്പ് വൈറസുകളുണ്ട്. അപ്പോൾ ഈ വാക്സിന് അതിൽ കുറച്ച് ശ്രേണികളെ മാത്രം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ 16, 18 എന്നൊക്കെ പറഞ്ഞ HPV വൈറസിൻ്റെ ടൈപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഗർഭാശയ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വാക്സിൻ എന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏകദേശം ഒരു 80% സെർവൈക്കൽ ക്യാൻസർ ഈ വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തുള്ളവരുടെ വിശകലനം. അപ്പോൾ ഇന്ത്യയിലെ ഒരു കണക്ക് വെച്ചിട്ട് എത്ര ശതമാനം സ്ത്രീകൾ ഇത് ബാധിക്കപ്പെട്ടവരുണ്ട്? അപ്പം ഇത്രയും കാലം ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോഴാണോ ഇതിൻ്റെ ഒരു എണ്ണത്തിൽ കൂടുതൽ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ഒരു പരിധിവരെ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലുള്ള ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ അവരുടെ ലൈംഗിക ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള മാറ്റങ്ങൾ, ഇവയെല്ലാം തന്നെ ഒരു പരിധിവരെ ശരിക്കും പറഞ്ഞാൽ ഈ ഗർഭാശയ ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ കൂട്ടാനിടയാക്കിയിട്ടുണ്ട്. എങ്കിലും ഇന്നും ഏറ്റവും കോമൺ ആയിട്ട് സ്ത്രീകളിലുള്ള ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. 2-മതോ 3-മതോ വരുന്നുള്ളൂ സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരു അളവ്. ഇത് എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത്? സിംറ്റംസ് എന്തൊക്കെയാണ്? പലപ്പോഴും ഏറ്റവും പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്രതീക്ഷിതമായ ബ്ലീഡിങ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാസമുറ സമയത്ത് കൃത്യമായ ബ്ലീഡിങ് എല്ലാ സ്ത്രീകൾക്കും പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് വരുന്ന ബ്ലീഡിങ്. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റം ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ആർത്തവത്തിന് ഇടയ്ക്കുള്ള സമയങ്ങൾ, അതിപ്പം പീരീഡ് കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ട് 14, 15, 16 ദിവസങ്ങളിലൊക്കെ ബ്ലീഡിങ് വരിക എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു ക്യാൻസറിൻ്റെ ആകാമെന്നേ ഉള്ളൂ. മറ്റു പല കാരണങ്ങളുമുണ്ട്. അതേപോലെ തന്നെയാണ് ഗർഭാശയത്തിനുള്ളിൽ നിന്ന് പഴുപ്പോ ഭയങ്കര ബാഡ് സ്മെല്ലിലുള്ള ഡിസ്ചാർജുകളോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്യാൻസർ അതിനെ കുറിച്ചും കൂടെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായി. ഓക്കെ ഡോക്ടർ, ആരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്? ഏജ് വെച്ചാണോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ? പ്രായത്തിനേക്കാൾ ഉപരി ശരിക്കും പ്രായമുള്ള സ്ത്രീകളിലാണ് സെർവൈക്കൽ ക്യാൻസർ കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. എങ്കിലും ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ള സ്ത്രീകളിലാണ് ഈ ഒരു ഗർഭാശയ ക്യാൻസർ വരാൻ സാധ്യതയുള്ളത്. അതുപോലെ പുരുഷന്മാർക്കും ഒന്നിലധികം പങ്കാളികൾ ഉണ്ടെങ്കിൽ അത് ഭാര്യയ്ക്കും ആ ഒരു റിസ്ക് കൂടുതലായിട്ട് വരാം. അതേപോലെ തന്നെ വളരെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ച സ്ത്രീകൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഹോർമോണുകൾ ഇന്ന് കുറവാണ്, ഡൈഇഥിൽ സിൽബെസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ ചില ഹോർമോൺ ഗുളികകൾ കഴിക്കുന്ന ആളുകളിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ. ഇന്ന് അത്തരം ഹോർമോണുകളുടെയൊക്കെ പ്രയോഗം വളരെ കുറവാണ്.
ഇങ്ങനെ അതുപോലെ പൊതുവേ തന്നെ എന്തെങ്കിലും മറ്റ് ശാരീരികമായ എന്തെങ്കിലും എന്താ പറയണ്ടേ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾ ഏതെങ്കിലും രീതിയിലൊക്കെ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ ഒക്കെ ഈ ഒരു ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ HPV എന്ന് പറഞ്ഞ വൈറസ് ബാധ ഏതെങ്കിലും രീതിയിൽ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്യാൻസറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. കനകമ്മയാണ് ഹരിപ്പാട് നിന്ന്. കനകമ്മ ചോദിച്ചോളൂ ഡോക്ടറോട് സംശയം. ഹലോ ഹലോ കനകമ്മ കേൾക്കാമോ? അവർക്ക് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം എല്ലാവരും സംസാരിക്കും. പറഞ്ഞോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. കേൾക്കാമല്ലോ? കേൾക്കാം. ഞാൻ ഹരിപ്പാട്. TV മ്യൂട്ട് ചെയ്തിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? എനിക്ക് 75 വയസ്സായി. ഡോക്ടറിനെ കേൾക്കാമല്ലോ അല്ലേ? 75 വയസ്സായി, പറഞ്ഞോളൂ. 75 വയസ്സായി. പക്ഷെ വെയിറ്റ് ഒരുപാടാണ്. 82, 84 ഇങ്ങനെ വെയിറ്റ് കൂടുതലാ. ഈ സെർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട സംശയമാണോ? എനിക്ക് ബ്ലീഡിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. അവര് പറയുന്നത് 75 വയസ്സായി, പക്ഷെ വെയിറ്റ് 85 ഇതിലാണ്. സെർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് അല്ലേ വെയിറ്റ് അത്രയും കൂടി നിൽക്കുന്നത്? അതെ അതെ, 58 വരെ. അമിതവണ്ണമുള്ള സ്ത്രീകളിൽ വരാൻ സാധ്യതയുള്ള ഗർഭാശയത്തിനുള്ളിലെ ക്യാൻസറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ എന്നൊക്കെ പറയുന്ന ക്യാൻസറാണ് അമിതവണ്ണമുള്ള. അപ്പോൾ അമ്മ ചോദിച്ച പോലെ അമിതവണ്ണമുള്ള സ്ത്രീകളിൽ വരാൻ സാധ്യതയുള്ളത്. സെർവൈക്കൽ ക്യാൻസർ അമിതവണ്ണമുള്ളവരുമായിട്ട് വലിയൊരു ബന്ധമുള്ള ക്യാൻസർ അല്ല. ശരി ഡോക്ടർ, നമുക്കറിയാം സ്തനാർബുദം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ത്രീകളെ അധികം ബാധിക്കുന്നത് ഇതാണ്. അപ്പം ഇന്ത്യയിൽ ഒരു കണക്കാണ് ഏറ്റവും കൂടുതൽ തോന്നുന്നു മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മരണസംഖ്യ ആണെങ്കിൽ പോലും. അപ്പം ഇവിടെ എന്തുകൊണ്ട് ഇത്രയും കൂടുതൽ ഈ പേഷ്യൻസ് ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചൊക്കെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പഠനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലായിരുന്ന ശൈശവ വിവാഹം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആ കാലമൊക്കെ മാറി. അതുപോലെ അനേകം ഒരുപാട് കുട്ടികൾ, ഒന്നിൽ കൂടുതൽ പ്രസവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പൊതുവേ തന്നെ സ്ത്രീക്ക് ഇത്തരത്തിലുള്ള സ്ക്രീനിങ് പ്രോഗ്രാംസ്, നമ്മൾ ഇപ്പോൾ പാപ് സ്മിയർ ടെസ്റ്റ് അല്ലെങ്കിൽ സെർവൈക്കൽ സ്മിയർ ടെസ്റ്റിലൂടെ വളരെ നേരത്തെ തന്നെ ഈ ക്യാൻസറിന്റെ പ്രാരംഭ ദശകളിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. ഇത്തരം ടെസ്റ്റിംഗ് മാർഗങ്ങളൊന്നും തന്നെ അവലംബിക്കാത്ത ഒരു കാലഘട്ടം, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗർഭാശയങ്ങളെ ക്യാൻസർ വളരെ കൂടുതലായിരുന്നു, സെർവൈക്കൽ ക്യാൻസർ. പക്ഷെ ഇന്ന് ശരിക്കും പിന്നീട് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്തു. പാപ് സ്മിയർ ടെസ്റ്റ് വന്നു, അടിക്കടി ടെസ്റ്റുകൾ ചെയ്യുന്ന ഒരു പ്രവണത വന്നു. അതേപോലെ തന്നെ വിവാഹപ്രായം മാറി, പിന്നെ ആദ്യത്തെ പ്രസവം, അതുപോലെ നമ്പർ ഓഫ് പ്രസവങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴേക്കും സെർവൈക്കൽ ക്യാൻസർ ശരിക്കും പറഞ്ഞാൽ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ ഒരു ചെറുപ്പക്കാർക്കിടയിൽ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങളും വിവാഹേതര ലൈംഗിക ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം കുറച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ HPV പോലുള്ള വൈറസ് ശരീരത്തിൽ കയറുവാനും അല്ലെങ്കിൽ അല്ലാതെ തന്നെ സെർവൈക്കൽ ക്യാൻസറിന്റെ റിസ്ക് കൂട്ടുവാനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടിയുണ്ട്. മലപ്പുറത്ത് നിന്നാണ് രാധിക ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ ഗുഡ് ഈവനിങ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അവളത് വേഗം 15 വയസ്സിൽ മാരേജ് കഴിഞ്ഞു, വേഗം ഡെലിവറി, 3 പിള്ളേർ വേഗമായി. അതിൽ ഇപ്പൊ അവൾക്ക് മെൻസസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 7 ദിവസവും 15 ദിവസത്തിനുള്ളിൽ പിന്നെയും പീരിയഡ്സ് ആവുക, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ. അത് ഇതിന്റെ വല്ല ലക്ഷണമാണ് ഈ ക്യാൻസർ അതുപോലുള്ള വല്ല അസുഖങ്ങളുടെ ലക്ഷണമാണോ? കേട്ടില്ല. അതായത് പീരീഡ്സ് ആയതിനു ശേഷം 15 ദിവസത്തിനുള്ളിൽ വീണ്ടും അവർക്ക് ബ്ലീഡിംഗ് ഉണ്ട് എന്നാണ്. ഏജ് എത്രയായിരുന്നു? 35 ആണോ? 36. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു മാസം വന്നതെങ്കിൽ വേണമെങ്കിൽ ഒരു മാസം കൂടെ നമുക്കൊന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ചെറിയ ഹോർമോൺ വ്യത്യാസങ്ങളോ ഒരുപാട് മാസമായി ഇങ്ങനെ വരുന്നു. എനിക്ക് തീർച്ചയായിട്ടും ഒരു സ്കാൻ ചെയ്യണം, യൂട്രസിന്റെ ഒരു സ്കാൻ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഗർഭാശയ മുഴകളോ മറ്റ് കാരണങ്ങളോ ഉണ്ടോ? സ്കാൻ ചെയ്തിട്ട് എന്താ പറഞ്ഞത് ഡോക്ടർ? സ്കാൻ ചെയ്തു, അതിൽ കുഴപ്പമൊന്നുമില്ല. ശരി. ഈ സെർവൈക്കൽ സ്മിയർ ടെസ്റ്റ് എടുത്തിരിക്കണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ടെസ്റ്റ് അതും എടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു സ്കാനിന്റെ കൂട്ടത്തിൽ. ഇത് രണ്ടും മസ്റ്റായിട്ട് നോക്കണം. ശരി ഡോക്ടർ, സ്വാഭാവികമായിട്ടും പലർക്കും ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ലാത്ത ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള ബ്ലീഡിംഗ് ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. അതുപോലെ ആർത്തവ സമയത്ത് അമിതമായ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. മെൻസസ് നിന്ന് കഴിഞ്ഞ സ്ത്രീകൾ ആർത്തവ വിരാമത്തിന് ശേഷം
അമിതമായ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഒരിക്കലും അതിന് പ്രാധാന്യം കൊടുക്കാണ്ടിരിക്കരുത്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് മെൻസസ് നിന്ന സ്ത്രീകൾ ഗർഭാശയത്തിനുള്ളിൽ നിന്ന് വെള്ളം പോലെയോ പഴുപ്പ് പോലെയോ എന്തെങ്കിലും ദ്രാവകങ്ങൾ വരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിനെല്ലാം അപ്പം തന്നെ ഉടനടി ഒരു പരിഹാരം കാണേണ്ടതാണ്, അല്ലെങ്കിൽ പരിശോധന ആവശ്യമാണ്. ഇതിപ്പം നമുക്കറിയാം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രം പകരുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം വൃത്തിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഹൈജീൻ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതലായിട്ട്? പൊതുവേ നമ്മുടെ ഒരു ഒരു പേഴ്സണൽ ഹൈജീൻ കുറവുള്ളവരിൽ ഇത്തരത്തിലുള്ള പല രീതിയിൽ ഇപ്പം HPV അല്ലാണ്ട് തന്നെ പല രീതിയിലുള്ള വൈറസുകളും ഇൻഫെക്ഷൻസും വരാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആർത്തവ ശുചിത്വവും വ്യക്തി ശുചിത്വവും സ്ത്രീകൾ പാലിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് മുമ്പും ലൈംഗിക ബന്ധത്തിന് ശേഷവും 2 പങ്കാളികളും വൃത്തിയായി ആ ഭാഗങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് തന്നെയാണ് ഏത് രീതിയിലുള്ള ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനും നല്ലത്. പിന്നെ അമിതവണ്ണം എല്ലായ്പ്പോഴും എല്ലാ തരത്തിലുള്ള ക്യാൻസറിനും ഇടയാക്കാറുണ്ട്. അമിതവണ്ണം ഒഴിവാക്കണം. നല്ല സമീകൃതമായ ഒരു ആഹാര രീതിയും ശരിയായ വ്യായാമ രീതിയും സ്ത്രീകൾ ശീലിക്കുന്നത് പലപ്പോഴും നല്ലതാണ്. അതുപോലെ എന്ത് ഹോർമോൺസ് ആയാലും എന്തിൻ്റെ ആയാലും അമിതമായ ഒരു ഉപയോഗം കുറയ്ക്കണം. അത്തരം മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അത്തരം മരുന്നുകൾ ഉപയോഗിക്കാവൂ. ശരി ഡോക്ടർ, ഒരു കോളും കൂടിയുണ്ട്. കോട്ടയത്ത് നിന്നാണ് അനീഷ. ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. അനീഷയുടെ കോൾ കട്ടായി. സിന്ധു ആണ്. സിന്ധു ചോദിച്ചോളൂ. കേൾക്കാൻ പ്രയാസമുണ്ട്. സിന്ധു കേൾക്കാമോ? കേക്കാം. പറഞ്ഞോളൂ ഡോക്ടർ. സിന്ധുവിന്റെ ഹസ്ബൻഡാണ്. പറഞ്ഞോളൂ. അപ്പൊ ഞാനേ മറ്റേ എന്റെ വൈഫാണ്. വൈഫിന്റെ അനിയത്തിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ഇതിന് വേണ്ടിയിട്ട് എന്റെ വൈഫിന് ഇച്ചിരി മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കൊരു പേടിയുണ്ട്, ഒരു ബ്ലഡ് ക്യാൻസറിന്റെ ഇതാണോ. വൈഫിന്റെ അനിയത്തിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഇപ്പൊ വൈഫിന് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട്. ഓക്കെ. അതില് എനിക്ക് അങ്ങനെ ഒരു പേടി വരുന്നുണ്ട്, എന്റെ വൈഫിന് എങ്ങാണ്ട് പ്രശ്നം വരുമോന്ന്. ഓക്കെ. വൈഫിന് കുട്ടികളില്ല. വൈഫിന് ക്യാൻസർ വരുമോ എന്നുള്ള പേടിയുണ്ട്. മുടി കൊഴിച്ചിലൊക്കെ വരുന്നുണ്ട്. മുടിയൊക്കെ ഭയങ്കര കൊഴിച്ചില്ല. ഓക്കെ. ഡോക്ടർ കേട്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ നേരിട്ട് കാണുന്നുണ്ട് ഡോക്ടറെ കാണുന്നുണ്ട്. അതെ. മുടി കൊഴിച്ചിൽ ക്യാൻസറിന്റെ ലക്ഷണമായിരിക്കണമെന്നില്ല. പലപ്പോഴും ക്യാൻസറിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടായിരിക്കും പലർക്കും മുടി കൊഴിച്ചിലൊരു പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെ അമിതമായ മെലിയുന്നത്, അമിതമായി നമ്മൾ പണ്ടില്ലാത്തതിനെ മറ്റേ എന്റെ വൈഫിന്റെ അനിയത്തിക്ക് ചെറിയൊരു ബ്ലഡ് ക്യാൻസർ ചെറുതായിട്ട് വന്നുള്ളൂ. അപ്പത്തേക്ക് അത് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയപ്പോ അത് ഇതായിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോ അവളെ ഞാൻ വിവാഹം കഴിച്ചില്ലായിരുന്നു. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്, കൊച്ചു മരിക്കുന്ന കാര്യം, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഞാനിപ്പോ 10 വർഷമായി ഞാൻ ഈ വിവാഹം കഴിച്ചിട്ട്. അപ്പൊ നമുക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല, രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഈ മുടി കൊഴിച്ചത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ വിളിക്കാൻ കാരണം. മുടി കൊഴിച്ചിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാൻസറിന്റെയും ലക്ഷണമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമിതമായി മെലിയുന്നത് പലപ്പോഴും ക്യാൻസർ രോഗികളിൽ സ്ഥിരമായി കാണുന്ന ഒരു പ്രശ്നമാണ്. ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ബ്ലഡ് ക്യാൻസറും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് വരുന്ന ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാ ബ്ലഡ് ക്യാൻസറുകളും പാരമ്പര്യമായിട്ട് വരുന്നതല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ തോന്നുന്നത് കൊണ്ട് കംപ്ലീറ്റ് ഒരു ബ്ലഡിന്റെ ചെക്കപ്പ്, നമ്മൾ രക്തക്കുറവൊക്കെ ഇല്ല, ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറയും, തൈറോയിഡ് നോക്കിയിട്ടുണ്ടോ? ഞങ്ങള് മറ്റേ കുഴപ്പമൊന്നുമില്ല, ആ രീതിയിലൊക്കെ അങ്ങനൊന്നും കുഴപ്പമില്ല. തൈറോയിഡ് ഞങ്ങൾക്ക് തൈറോയിഡിന്റെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. തൈറോയിഡിന്റെ കൂടുതലും കുറവുമുള്ളവരിൽ ചിലപ്പോൾ മുടിയൊഴിച്ചിലൊക്കെ വരാറുണ്ട്. അതുപോലെ പാരമ്പര്യമായിട്ട് വരുന്ന സ്ത്രീകളിൽ വരാവുന്ന ക്യാൻസർ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന് ബ്രസ്റ്റിന്റെ ക്യാൻസർ പാരമ്പര്യമായിട്ട് വരാവുന്നതാണ്. അതേപോലെ ഓവറിയിൽ വരുന്ന അണ്ടാശയം എന്ന് പറയുന്നത് ഓവറിയിൽ വരുന്ന ക്യാൻസറും പാരമ്പര്യമായിട്ട് വരാവുന്നതാണ്. അല്ലാണ്ട് സ്ത്രീകളിൽ പാരമ്പര്യമായിട്ട് വരുന്ന ക്യാൻസറുകൾ വളരെ കുറവാണ്. ഇത് അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് അതിനായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. BRCA1 എന്നൊക്കെ പറഞ്ഞ ചില ജീൻ പരിശോധനകൾ ഇന്ന് ലഭ്യമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റിസ്ക് പാരമ്പര്യമായിട്ടുള്ള ആളാണോ എന്ന് അറിയാൻ പറ്റും. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടിയുണ്ട്. സിജയാണ്. സിജ ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ മാഡം, ഞാൻ ഹസ്ബൻഡിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബ്ലഡ് വരുന്നുണ്ട് ചില സമയത്ത്. ഓക്കെ. അത് വേറെ വേദനയോ ബുദ്ധിമുട്ടോ മറ്റെന്തെങ്കിലും ഉണ്ട്? മൂത്രതടസ്സം, മലം പോകാൻ ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ വരാറുണ്ട്. അത്രേ ഉള്ളൂ.
തീർച്ചയായിട്ടും നമുക്കിപ്പം ക്യാൻസർ കൊണ്ട് മാത്രം ആയിരിക്കണം എന്നില്ല. ചിലപ്പം ഈ സെർവിക്സിലുള്ള ചെറിയ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അവിടെ ചെറിയ കുരുക്കൾ പോലെ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സെർവിക്സിന് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്ന ഇറോഷൻസ് ഒക്കെ പറയും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ ബ്ലഡ് കലർന്ന ഡിസ്ചാർജ് വരാം. പക്ഷേ എങ്കിലും സർവൈക്കൽ ക്യാൻസർ നമ്മളിപ്പോൾ സൂചിപ്പിച്ച ഈ വിഷയമില്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് ഗർഭാശയ ആ ഭാഗത്തും സർവൈക്കൽ പാർട്ടിൽ നിന്ന് സ്മിയർ ടെസ്റ്റ് എന്ന് പറയും, വളരെ ചെറിയൊരു ടെസ്റ്റാണ്. ഒരു തടിയുടെ സ്പാച്ചില കൊണ്ട് എടുക്കുന്ന ചെറിയ വേദനാരഹിതമായ ചെറിയൊരു പരിശോധനാ മാർഗ്ഗമാണ്. അതെടുത്ത് നമ്മളത് ബയോപ്സിക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അയക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ക്യാൻസറിൻ്റെ പോലത്തെ ഏതെങ്കിലും തുടക്കമെങ്കിലുമുള്ള സെൽസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിന് നമുക്ക് ഉചിതമായ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പറ്റും. ഉടനടി അത് ചെയ്തിരിക്കണം, ഭയക്കേണ്ട കാര്യമില്ല, പക്ഷെ ചെയ്തിരിക്കണം. ശരി ഡോക്ടർ, ഒരു കോളും കൂടിയുണ്ട്. പ്രസീതയാണ്. പ്രസീത ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. കേൾക്കാം. ഹലോ ഡോക്ടർ, പിന്നെ എന്റെ മോക്ക് വേണ്ടിട്ടായിരുന്നേ. മോക്ക് പിന്നെ ഇങ്ങനെ പീരിയഡ്സ് ആവണത് 35, 36 അങ്ങനെ 45 ദിവസം വരെയൊക്കെ അങ്ങനെ ആവും. അപ്പൊ പീരിയഡ്സിന്റെ മുന്നേ തന്നെ ഇങ്ങനെ ഭയങ്കര ചൊറിച്ചല് വരും. പീരിയഡ്സ് ആവണേന്റെ കുറച്ച് ദിവസം മുന്നേ അവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിയും, ഒരു നീര് ഇങ്ങനെ വരുന്നുണ്ട് അറിയാൻ. പിന്നെ പീരിയഡ്സ് കഴിഞ്ഞാലും അതേമാതിരി ഡ്രൈ ആവുമ്പോഴും അതേമാതിരി ഭയങ്കര ചൊറിച്ചലാണ്. തീർച്ചയായിട്ടും അതെന്തെങ്കിലും ഒരു ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. പീരീഡ് താമസിച്ച് വരുന്നത് ഒരു സ്കാനോ ഹോർമോൺ പരിശോധനയോ ചെയ്താൽ അറിയാൻ പറ്റും. പോളിസിസ്റ്റിക് ഓവറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് കാണുമ്പോൾ. അതെ അതെ അതെ. അപ്പോൾ കുറച്ച് അമിത വണ്ണമുള്ള ആളും കൂടെ ആണെങ്കിൽ ഇതുപോലുള്ള ചെറിയ പൂപ്പൽ ബാധയൊക്കെ മെലിഞ്ഞതാണ്. അപ്പം ആ ഇൻഫെക്ഷൻ മിക്കവാറും ഈ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായിരിക്കണം എന്നില്ല. തീർച്ചയായിട്ടും ഇൻഫെക്ഷനോ ഡിസ്ചാർജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊലി സംബന്ധമായ കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ ചൊറിച്ചിൽ തോന്നുന്നത്. അതൊരു സ്കിൻ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ശരി, ഒരു കോളും കൂടിയുണ്ട്. ബിന്ദു ആണ്. ബിന്ദു ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ബിന്ദു. ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിക്കാമോ? ഹലോ. പറഞ്ഞോളൂ. ഹലോ, ഇത് എന്റെ ആങ്ങളയുടെ വൈഫിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പിന്നെ മാസമുറ വരുമ്പോ ഒരു 15 ദിവസമൊക്കെ ബ്ലീഡിങ് നിൽക്കുന്നുണ്ട്. അത് അത്രയും ദിവസം ബ്ലീഡിങ് നിൽക്കുന്ന എന്തായാലും കൂടുതൽ തന്നെയാണ്. നമ്മൾ പീരിയഡ്സിൻ്റെ സമയത്ത് മാക്സിമം 7 ദിവസമാണ് നമ്മൾ ബ്ലീഡിങ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 4 ദിവസം കൊണ്ട് ബ്ലീഡിങ് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ദിവസം ബ്ലീഡിങ് നിൽക്കുന്നുണ്ടെങ്കിൽ യൂസ്ട്രസിൻ്റെ ഒരു സ്കാൻ നോക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ചെറിയ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ ഗർഭാശയത്തിനുള്ളിൽ ചെറിയ കുരുക്കൾ പോലെ പോളിപ്പ് എന്നൊക്കെ പറയും. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലത്തെ ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. ശരി ഡോക്ടർ, നമ്മൾ ഇതിന് പാപ് ടെസ്റ്റ് ആണ് പൊതുവെ രോഗനിർണ്ണയത്തിന് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ പാപ് ടെസ്റ്റ് അല്ലാതെ നമുക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാമെന്നുള്ളത്, പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് കൂടി ഒന്ന് ചുരുക്കി പറയാം. അതെ, പാപ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത ചെയ്യുന്ന ടെസ്റ്റാണ് കോൾപോസ്കോപ്പി എന്ന് പറയും. അത് നമ്മളൊരു ക്യാമറ ഉപയോഗിച്ച് സെർവൈക്കൽ ഏരിയ കംപ്ലീറ്റ് നേരിട്ട് വിഷ്വലൈസ് ചെയ്ത് പിന്നെ അവിടെ ചില മരുന്നുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ആ ഏരിയസിനുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ അബ്നോർമലായിട്ട് നമുക്ക് തോന്നുന്ന ഏരിയയ്ക്ക് നിന്ന് ബയോപ്സി എടുക്കും. ഇതിന് കുറച്ചൊരു വൈദഗ്ധ്യം ആവശ്യമാണ്. എന്നാൽ ഈ കോൾപോസ്കോപ്പി ടെസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന് മയക്കമൊന്നും ഒന്നും ചെയ്യാൻ വേണ്ടാത്തൊരു ടെസ്റ്റാണ്. വളരെ നല്ലതാണ് സർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ. പിന്നീട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏർലി സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗം എന്തെങ്കിലും അബ്നോർമൽ ഏരിയ ഉണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്താൽ മതിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവിടേക്ക് കോണൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പിന്നെ അതുപോലെ ആ ഏരിയയിൽ നിന്ന് ലീപ്പ്, ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതൊക്കെ ചെറിയ ഇലക്ട്രോ കോട്ടറിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ചെറിയ 100% ഭേദമാക്കാൻ പറ്റും. ഏർലി സ്റ്റേജസിൽ പറ്റും. പിന്നെ ക്യാൻസർ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്രസ് പറഞ്ഞ പോലെ ആ ഏരിയാസും കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ശരി, ബ്ലസ്സി ഒരു പ്രേക്ഷകയുണ്ട് കോട്ടയത്ത് നിന്ന്. ബ്ലസ്സി ചോദിച്ചോളൂ ഡോക്ടറോട്. നമ്മൾ HPV വാക്സിൻ പറഞ്ഞില്ലല്ലേ? അതിലേക്ക് ചോദിച്ചോളൂ. എനിക്ക് പീരിയഡ് ആയിട്ട് കഴിഞ്ഞ ഡിസംബറിൽ പീരിയഡ് വന്നില്ലായിരുന്നു. എനിക്ക് 54 വയസ്സുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ പീരിയഡ് വന്നില്ല, വരാതെ ഇരുന്നിട്ട് കഴിഞ്ഞ ഈ ജനുവരി 24-ാം തീയതി പീരിയഡ് ആയി. പക്ഷെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ പീരിയഡ് നിൽക്കുന്നില്ല. കണ്ടമാനം അങ്ങ് ബ്ലഡ് ചെറുത് കണ്ടമാനം ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. പോകുന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രി പോകും, രാത്രി കുറവാണെങ്കിൽ പകല് പോകും. ശരി, ആയിക്കോട്ടെ. അപ്പൊ 54 വയസ്സൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് പീരീഡ് നിൽക്കാറായിട്ടുണ്ടായിരിക്കും നമുക്ക്. അപ്പൊ ഈ ആർത്തവിരാം അല്ലെങ്കിൽ മെനോപോസ് എന്ന് പറയുമല്ലോ, ആ മെനോപോസിനോടനുബന്ധിച്ച് വരുന്ന ഒരു ബ്ലീഡിംഗ് ആയിട്ടാണ്, ഒരു ഇറഗുലർ ബ്ലീഡിംഗ് ആയിട്ടാണ് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇങ്ങനെ വരുന്നതിന് മുമ്പ്, അതായത് ഒരു ഡിസംബർ ഒരു മാസത്തിന്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ആ ഭാഗത്ത് മുഴുവൻ അങ്ങ് ചൊറിച്ചിൽ വന്നിട്ട് ഉള്ളെല്ലാം അങ്ങ് വീർത്ത്
ഉള്ളുമാകവും പുറവും എല്ലാം അങ്ങ് വീർത്തൊക്കെ വന്നു. ഭയങ്കര ചോദിച്ചിലായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നതായിരിക്കും. പിന്നെ പീരിയഡ്സ് നിൽക്കാറാവുന്ന കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി കുറച്ച് കുറയുന്നുണ്ട്. ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ജെനിറ്റൽ ഏരിയയിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരാനും പുകച്ചിലും നീറ്റലും ഒക്കെ തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും ഇത് ആർത്തവവിരാമത്തോടനുബന്ധിച്ചുള്ള ഇറഗുലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഒരു സ്കാനോ വല്ലോ നോക്കിക്കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഇതല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡോക്ടർ വാക്സിനെ കുറിച്ച് കൂടി പറഞ്ഞു. വാക്സിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ വാക്സിൻ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയ വിഷയം. അപ്പോൾ വാക്സിൻ ഇന്ത്യയിലെ ഇപ്പോഴത്തെ കറന്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് വളരെ റേറ്റ് കുറഞ്ഞ വാക്സിൻസും ഒക്കെ വന്നിട്ടുണ്ട്. അവ 9 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെയുള്ളവർക്ക് ഈ വാക്സിൻ എടുക്കാമെന്നാണ്. അതായത് ഒരു ലൈംഗിക ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് വേണം വാക്സിൻ എടുക്കാൻ. അത് കഴിഞ്ഞ് വാക്സിൻ എടുത്താൽ ആ വാക്സിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. അവിടെ 9-26 ഇയേഴ്സാണ് പറയുന്നത്. അതിൽ ഒരു 13 വയസ്സ് വരെ നമുക്ക് 2 ഡോസ് ആയാലും മതി. അതായത് ഒരു സിംഗിൾ ഡോസ്, അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 5 മന്ത്സിനുള്ളിലെങ്കിലും സെക്കൻഡ് ഡോസ് എടുത്തിരിക്കണം. മറിച്ച് 13 അല്ല 14 വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള 26 വയസ്സ് വരെയുള്ള ആളുകൾക്കാണെങ്കിൽ ഈ വാക്സിൻ 3 ഡോസ് എടുക്കുന്നതിനാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അത് 2 ഡോസിലേക്കും 1 ഡോസിലേക്കും കുറയുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 3 ആണെങ്കിൽ 0, 1 and 6 months ആണ്. ഇത് എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നിലവിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും എല്ലാം ഈക്വലി ഈ വാക്സിൻസ് അവൈലബിൾ ആണ്. ഇതിന്റെ പല ടൈപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വാക്സിൻ ആൺകുട്ടികൾക്കും എടുക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ശരി, ഒരു കോളം കൂടിയുണ്ട്. മീനയാണ്. മീന ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ സിസ്റ്ററിന് വേണ്ടിട്ടായിരുന്നു. അവർക്ക് പീരീഡ്സ് ലാസ്റ്റിലോട്ടാകുമ്പോ അവസാനിക്കാനാവുമ്പോ ഒരു 3-4 ദിവസം 2-ാം ദിവസത്തിലെല്ലാം 3-ാം ദിവസത്തിലെല്ലാം ബ്ലീഡിങ് പോകുന്ന പോലെ പോകുന്നു. അത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? അല്ല, മൊത്തം എത്ര ദിവസം ബ്ലീഡിങ് ഉണ്ടാവും? സാധാരണ നമുക്ക് ഒരു 5-6ലേക്ക് ബ്ലീഡിങ് ഏകദേശം നിൽക്കുമല്ലോ. ആ സമയത്ത് 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും ഉള്ളത് പോലെയുള്ള ബ്ലീഡിങ് ഉണ്ടാവും. ടോട്ടൽ ഒരു 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അങ്ങനെ ഉണ്ടാവും. ഒരു 7 ദിവസം വരെയാണ് നമ്മൾ സാധാരണ നോർമൽ എന്ന് പറയുന്നത്. 7 അല്ലെങ്കിൽ 8 ദിവസം, മാക്സിമം ഒരു 7-8 ദിവസം. അതിൽ 2, 3, 4 ഒക്കെ കഴിഞ്ഞാൽ കുറഞ്ഞു തുടങ്ങി 7-8 കംപ്ലീറ്റ്ലി ക്ലിയർ ആവണം എന്നാണ് സാധാരണ ഒരു പീരീഡ്സിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പം എല്ലാ മാസവും ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ രക്തക്കുറവ് വരാം, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, മറ്റു ഹോർമോൺ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഒന്ന് പരിശോധന നല്ലതായിരിക്കും. ശരി, ഇതിൽ പേടിക്കുന്ന ഇപ്പം ഒരുപാട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്തൊരു സെലിബ്രിറ്റി ആണെങ്കിൽ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ ഇട്ടു സോഷ്യൽ മീഡിയയിൽ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുകയും ചെയ്തു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. അപ്പം ഇതിൽ നിന്നുള്ള പേടി അത്രത്തോളം വേണ്ടതുണ്ട്. പേടി നമ്മൾ ജാഗ്രത മാത്രം മതിയോ, ഇല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അല്ല, പേടിക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം സ്ത്രീകളുടെ എല്ലാ ക്യാൻസറും പോലെ ഇതും വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ നെഗ്ലക്ട് ചെയ്യപ്പെട്ട് പോകുന്നൊരു ക്യാൻസർ ഒന്നുമല്ല. അതുപോലെ ഏർലി സ്റ്റേജസിൽ ഒരു എന്താ പറയുക, ഏകദേശം ഒരു 85-90% സ്ത്രീകൾ ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമാണ്. കുറച്ച് ലെയ്റ്റ് സ്റ്റേജ് ആയി പോയാൽ മാത്രമേ ഉള്ളൂ മരണത്തിലേക്ക് നയിക്കുന്നത്. അപ്പോഴായിരിക്കും ഗർഭാശയം വിട്ട് അടുത്തുള്ള കുടലിലേക്കും അടുത്തുള്ള മൂത്രസഞ്ചിയിലേക്കും മറ്റേ റെക്ടം എന്നൊക്കെ പറയുന്ന മറ്റ് ഏരിയാസിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത കഴലകളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സർവൈവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ മാസങ്ങളെ കാണത്തുള്ളൂ. അത് വളരെ ലേറ്റ് സ്റ്റേജിലാണ് അങ്ങനെയുള്ള ക്യാൻസർ. അതിന് മുമ്പേ തന്നെ പലപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയാറുണ്ട്. പ്രത്യേകിച്ച് ഈ പാപ്സ്മിയർ ടെസ്റ്റ് മാത്രം ചെയ്താൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഒട്ടും പരിചയമില്ലാത്തൊരു ക്യാൻസർ ആണ് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പെട്ടെന്നൊരു ആശങ്ക ഉണ്ടാക്കുന്നതും അവർക്ക് തന്നെയാണല്ലോ. അപ്പം ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം എങ്ങനെയാണ് നടപ്പാക്കുന്നത്? ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം ട്രിവാൻഡ്രത്ത് RCC നിന്നായാലും അതുപോലെയുള്ള ക്യാൻസർ സെൻറ്റേഴ്സിൽ നിന്ന് ഒരുപാട് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഫ്രീ ക്യാമ്പ്സ് തന്നെ ഇഷ്ടം പോലെ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കരമായ ഒരു സെർവൈക്കൽ സ്മിയർ ടെസ്റ്റിൻ്റെ പോലും ആവശ്യമില്ലാത്ത രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്യാമ്പ് സെറ്റിങ്ങിൽ ഒരു പേഷ്യൻറ്റിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാണ്ട് പെട്ടെന്ന് ഈ സ്മിയർ ടെസ്റ്റ് എടുത്ത്
അത് ഈ ക്യാൻസർ പോലത്തെ സെൽസിൻ്റെ പ്രവർത്തനം വല്ലതും ഉണ്ടോ എന്ന് മനസ്സിലാക്കാവുന്ന ടെസ്റ്റുകളുടെ അനേകായിരം ക്യാമ്പുകൾ ഇന്ത്യയിലുടനീളം നടക്കുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പക്ഷേ ഇത്തരം ക്യാമ്പുകളിലേക്ക് വരുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ വില്ലിങ് ആവത്തില്ല ഈ ടെസ്റ്റ് എടുക്കാൻ. അവിടെയാണ് പ്രശ്നം. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു സ്മിയർ ടെസ്റ്റ് എടുത്ത് കേൾക്കുക. ഒരു തവണ നമ്മളിപ്പോൾ ഒരു 40 വയസ്സ് വരെയുള്ള സ്ത്രീകളാണെങ്കിൽ നമ്മൾ ഒരു തവണ സ്മിയർ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ്ലി നോർമൽ ആണെങ്കിൽ അടുത്ത ഒരു 3 തൊട്ട് 5 വർഷത്തേക്ക് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. 3 to 5 years കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്താൽ മതി. അതിൽ HPVയും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ 5 years കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ മതി. വെറും ഒരു സ്മിയർ ടെസ്റ്റ് ആണെങ്കിൽ 3 വർഷത്തിലൊരിക്കൽ സ്മിയർ ടെസ്റ്റ് എടുത്ത് നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് അത്ര വളരെ എന്താ പറയുക അത്രയും ദൈർഘ്യത്തിൽ നോക്കുന്ന ചെറിയൊരു വളരെ റേറ്റ് കുറവുള്ളതും ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു ടെസ്റ്റാണ് സെർവൈക്കൽ സ്മിയർ ടെസ്റ്റ്. അപ്പോൾ അതെടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി, അല്ലാണ്ട് ഭയക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. ശരി, വളരെ നന്ദി ഡോക്ടർ അനുപമ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്. ലേഡീസ് ബാൻഡിന്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി സമർപ്പിച്ചു.